എടാ 1980 അടിവസ്ത്രമില്ലാത്ത കാലഘട്ടം. അടിയന്തരാവസ്ഥ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നിൽക്കുന്ന സമയമാണ്. പുറത്തിറങ്ങിയ വെടിവെച്ച് കൊന്നുകളയോമാര്. സായിപ്പും മാതാമയും കൂടെ വെടിവെപ്പ എല്ലാവരും അറിയാം. കൊട്ടേഷനും അവര് കേൾക്കുന്നില്ല. അത് കൊട്ടേഷനും പൈസ ഒക്കെ കിട്ടാറില്ല. പൈസ കീറുമല്ലോ ഞാൻ. തമിഴ്നാട്ടിലെ ഈ ശവം തന്നെ ഈ കസേര എടുത്ത് കൊണ്ടുപോകണം. അതെന്താന്നറിയാം ഇവിടെ എല്ലാം കടത്തിയാണ് കൊണ്ടുപോകണം. അതെ, കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തില് നമ്മൾ ഒരു പണിക്കും പോകാതെ എപ്പോഴും ഇങ്ങനെ തിന്നിട്ട് കിടക്കും. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് കിടത്തുന്നത്. തമിഴ്നാട്ടിൽ അതല്ല, അമ്മമാര് ജോലി ചെയ്യും, അമ്മമാർക്ക് കിടക്കേണ്ട കാര്യമല്ല, ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ചത്താരി ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് ആവശ്യമില്ലാതെ ഓരോ കോപ്പം ചോദിച്ചോണ്ട് വരിക. എന്റെ മാമൻ ഈ മരുമകന് വേണ്ടി ഇവരെ ഇവിടെ ഇറക്കി തരണം. എനിക്ക് ഇറക്കുമല്ലെന്ന് പിന്നെ കൊന്നുകളിയില്ലേ, തീർത്ത് കളഞ്ഞേക്കാം. കൊല്ലണം മാമ. പിന്നെ പേടിപ്പിക്കാനാണ് വല്ല പിള്ളേരെ പറഞ്ഞു കൊടുത്തേ. പിള്ളേരെ ഞാൻ പറഞ്ഞു കൊടുത്തില്ല. പിന്നെ നീ പേടിക്കണ്ട, വേറെ വിഷയം വരത്തില്ല. തെളിവ് പോലും അവശേഷിപ്പിക്കാതെ സാധനം നേരെ കൊണ്ടുപോകും. കൈ വേറെ, കൈ ഞാൻ ബോംബെ കൊണ്ടിടും, ഞാൻ തല ഞാൻ വേറെ സ്ഥലത്ത് വേറെ സംസ്ഥാനത്ത് കൊടുക്കും. അങ്ങനെ ഓരോ ഭാഗം പല സംസ്ഥാനത്തായിട്ട് ഇട്ട് കളയും പോകുമ്പോ. അതാകുമ്പോ പോലീസുകാർ കൺഫ്യൂഷൻ അടിക്കും. ഇത് എവിടെ ഒരു തല കിട്ടും, കാല് കിട്ടും, കൺഫ്യൂഷൻ അടിക്കും. മനസ്സിലാ? ഒരു കാരണം വെച്ചാൽ ഞാനിത് ചെയ്തിട്ട് പോകുമ്പോ എന്റെ ഫോണിൽ വിളിക്കരുത്. എന്താ ഫോണിൽ വിളിച്ചാൽ ആദ്യം വെച്ച് പിടിച്ച ചെന്നാ പിടിക്കാനാ വിളിക്കരുത് കേട്ടോ. പിന്നെ ഈ രാഖി രാമനെ പണി ഞാൻ നടത്തും. ഇതിനകത്ത് നാളത്തെ സൂര്യോദയം ഞാൻ കാണില്ല, അവരും കാണില്ല. മാമൻ കാണത്തില്ലേ? എടാ, പണി കഴിഞ്ഞിട്ട് രാത്രി പോകുമ്പോ ഞാൻ ട്രെയിനിന്റെ പുറത്തേക്ക് മനസ്സ് കറങ്ങി തുടങ്ങണം. അപ്പൊ എങ്ങനെ സൂര്യോദയം? ട്രെയിനിന്റെ ഫാൻ കറങ്ങാത്ത. അപ്പൊ അങ്ങനെ ഇത് തീർത്തിട്ട് ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ എന്ത് ബഹളം നടന്നു പറഞ്ഞാലും വെളിയിൽ ഇറങ്ങരുത്. ഇറങ്ങത്തില്ല. നാളെ രാവിലെ വന്ന് നോക്കിയാൽ മതി. ചോര പോലും കാണിക്ക്. ഈ പെട്ടിക്കകത്തെന്താ? പെട്ടിക്കകത്തോ മൊത്തം ടൂൾസല്ലേ ഇരിക്കണേ. പിന്നെ ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ആണോ? ഭയങ്കര ടീമാണ്. ഏത് ടീമാണ്? എനിക്ക് വിറ്റോളെ കേസല്ലല്ലോ. ഒരു അസക്ക് ഒരു നസക്ക് തുറക്കുന്നില്ലല്ലോ. പുല്ലല്ലോ കണ്ടോ? വല്ല നിനക്ക് എന്തോ വേണമെന്ന് പറഞ്ഞാൽ ഇതെന്തോ ഇതിൽ ഏതിട്ടാ പണിയണ്ടേന്ന് മാത്രം പറഞ്ഞു. എല്ലാ സാധനം ഉണ്ടല്ലേ? അയ്യോ, മെയിൻ സാധനം എടുത്തില്ല. കണ്ടോ 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 എന്ത് ഉത്തരവാദിത്വം മാമ. ഒരു കാര്യത്തിന് ഓർമ്മ ഇങ്ങനെയാണോ? എന്തോ മറന്നത്? കൊഴുത്തുപോലെ മറന്നു. കൊഴുത്തുപോലെ. ആ, അതിനകത്തിന് ഇത് ഞാൻ കൊല്ലുമല്ലോ അവരെ. കൊന്നു കഴിയുമ്പോ ഇത് ഞാൻ ചെവിയിലോട്ടിടും. എന്റെ ചെവിയിലോട്ടിട്ട് ഒരു കറക്കുണ്ടെന്തോ സുഖമെന്നറിയാവോ? അതിൽ ഞാൻ ആനന്ദം, ഞാൻ സൈക്കോയാ. ഞാൻ അങ്ങനത്തെ പണിയാ. അപ്പൊ ഇത് നീ പേടിക്കണ്ട. രാഖി രാമനെ പണി ഇറക്കിട്ട് ഞാൻ പോവും. താനും ഇവിടെ കാണുന്നത് അതും കൊണ്ട് ഞാൻ പോവും. പല ഭാഗത്തായിട്ടിടും കേട്ടോ. കൂളായിട്ട് നോവിക്കണ്ട. ഞാൻ പറഞ്ഞ അങ്ങനെ ഇത് നോവിക്കാൻ. ശരി എന്നാ ശരി. നീ വിട്ട് നീ ധൈര്യമായിട്ട് ഇവിടെ പോകും. റൂമിൽ നിന്ന് വെളിയിറങ്ങരുത്. എന്ത് ബഹളം കേട്ടാലും കേട്ടോ. നീ വെറുതെ പോകുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നാതാ. മാമൻ പിന്നെ ഉത്തരാൻ പറ്റി തോന്നി എനിക്കൊന്നും കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചാ ഇത് മഞ്ഞ ലഡുവാന്ന് പറഞ്ഞ എല്ലാവരും കൂടെ രാവിലെ നോക്കാതെ. രാവിലെ ഞാൻ രാത്രി പോവേ കൊടുക്കാല്ലേ പണി അല്ലേ? എന്റെ അളിയൻ്റെ ഇടയ്ക്ക് ഹോം നേഴ്സായിട്ട് വന്നിട്ട് ഇവിടെ കിടന്ന് വിളച്ചിലും പരിപാടി.